ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം വെണ്ടയ്ക്ക വെച്ചുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. മെഴുക്ക് പുരട്ടിയെന്നോ ഉലർത്തെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, പറിക്കുന്നതൊന്നും കാണിക്കുന്നുമില്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണേ. വട്ടത്തിൽ വേണം അരിയാനായിട്ട്. നല്ല കിളുന്ത് വെണ്ടയ്ക്കയാണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അധികം അങ്ങോട്ട് കനമൊന്നും കുറക്കണ്ട. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പച്ചമുളക് അധികം ഇടുന്നില്ല. അതും ഇതേപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഒരെണ്ണം ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടിച്ച മുളക് ഇടുമ്പോഴത്തേനും എരിവ് കൂടി പോവുമേ. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഈ കല്ലിൽ വെച്ചൊന്ന് ചതച്ചാണ് എടുക്കണേ. ഇനി നമുക്ക് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒരൊറ്റ അടി അടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വെണ്ടയ്ക്ക ഇതോടുകൂടി തീരും. എന്താണെന്ന് വെച്ചാൽ മഴ ഇല്ലല്ലോ. മഴ ഇടയ്ക്കൊന്ന് പെയ്തെന്നേ ഉള്ളൂ, അതിശക്തമായിട്ടൊന്നും പെയ്തില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടേ. 3 നേരവും വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും. ഇനി ഇത് കിടന്ന് നല്ലതുപോലെ മൂക്കണം. നല്ല ചുവന്ന് വരണേ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് വേണ്ടുവോളം ഉണ്ട്. മേളിലും ടെറസിൻ്റെ മേളിലും നട്ടിട്ടുണ്ട്, താഴത്തുമുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ഗ്രോ ബാഗ് വാങ്ങിച്ച് എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഈ മഴക്കാലത്ത് വെണ്ട നടാൻ നല്ല ഒരു സമയമാണ്. അപ്പോൾ നട്ടാൽ മതി. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും കഴിക്കാം. നല്ലപോലെ മൂത്ത് കിട്ടണേ. അപ്പോൾ ദേ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ആ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂൺ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുത്തേക്കണേ. അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുതേ. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ അത് നല്ലപോലെ മൂത്ത് കിട്ടും. ഒത്തിരി കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ നിറം അങ്ങോട്ട് മാറിപ്പോകും. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കണ്ടൊക്കെ മുളക് കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല നിറമൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് അല്പം ഇട്ട് കൊടുത്താൽ മതി, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെക്കണേ.
ഇത്തിരി താമസം എടുക്കും. നമ്മളിപ്പോൾ പറിച്ചു കൊണ്ടുവന്ന വെണ്ടയ്ക്കയാലോ, അപ്പോൾ ഇതൊന്ന് വാടി കിട്ടാനായിട്ട് തന്നെ ഒരല്പം സമയമെടുക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതേ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. മെഴുക്ക് പറ്റിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ വെണ്ടയ്ക്ക കിട്ടുമ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളമയമൊക്കെ ഒന്ന് തോർന്ന് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.